Hello friends, Technique Malayalam channel leki വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അഫോർഡബിൾ സ്മാർട്ട് വാച്ച് ആണ്. അപ്പോൾ അഫോർഡബിൾ സ്മാർട്ട് വാച്ച് എന്ന് പറഞ്ഞാൽ പല സ്മാർട്ട് വാച്ചുകൾ അവൈലബിൾ ആണ്. 5000 രൂപയ്ക്ക് താഴെ ഒരുപാട് സ്മാർട്ട് വാച്ച് അവൈലബിൾ ആണ്. നമ്മൾ ഈ അടുത്ത് സ്മാർട്ട് വാച്ചിന് അൺബോക്സിങ് ചെയ്തായിരുന്നു. ഈവൻ അമേസ്ഫിറ്റിനുണ്ട്, റിയൽമിക്ക് ഉണ്ട്, മീ ബാൻഡ് ഉണ്ട്, പിന്നെ പ്ലേ ഗോ ഉണ്ട്. അങ്ങനെ ഒരുപാട് സ്മാർട്ട് വാച്ചസ് ഉണ്ട് ബിലോ 5000 റുപ്പീസ്. പക്ഷേ എല്ലാ സ്മാർട്ട് വാച്ചിനും ചില പോരായ്മകളുണ്ടാവും, ചില ഫീച്ചേഴ്സ് ഉണ്ടാവും. പക്ഷേ ഇന്ന് നമ്മൾ അൺബോക്സിങ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് അമേസ്ഫിറ്റിൻ്റെ ഏറ്റവും പുതിയ സ്മാർട്ട് വാച്ചാണ്. ഇതിൻ്റെ പേരാണ് ബിപ് യു എന്നാണ് ഇതിൻ്റെ പേര്, അമേസ്ഫിറ്റ് ബിപ് യു. ഇത് പുതിയതായിട്ട് ഇറങ്ങിയ ഒരു സ്മാർട്ട് വാച്ചാണ്. ഇതിൻ്റെ പ്രൈസിങ്, ഇൻട്രൊഡക്ടറി പ്രൈസിങ് എന്ന് പറഞ്ഞാൽ വെറും 3499 രൂപ. അതായത് 3500 രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഈ സ്മാർട്ട് വാച്ച് കിട്ടുന്നത്. അപ്പോൾ ഈ സ്മാർട്ട് വാച്ചിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എല്ലാം തന്നെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുന്നതിനൊപ്പം തന്നെ ആ ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജ്. ആദ്യം നമുക്ക് ബോക്സ് ഒന്ന് പരിചയപ്പെടുത്താം. അമേസ്ഫിറ്റ് ബിപ് യു എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ 1.43 ഇഞ്ചസ് ലാർജ് ഡിസ്പ്ലേ, പിന്നെ 60 സ്പോർട്സ് മോഡ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് വേറെ കിട്ടുന്നത് ബ്ലഡ് ഓക്സിജൻ സാച്ചുറേഷൻ മെഷർമെൻറ്റ്, അതായത് SpO2 എന്ന് പറയും, ബ്ലഡിലുള്ള ഓക്സിജൻ ലെവൽ മെഷർ ചെയ്യാനുള്ള ഓപ്ഷനാണ്. അതേപോലെ തന്നെ 9 ഡേ ബാറ്ററി ലൈഫാണ് ഓപ്ഷൻ വരുന്നത്. പിന്നെ സ്ലീപ്പ് മോണിറ്ററിങ്, 5 ATM വാട്ടർ റെസിസ്റ്റൻസ്, പിന്നെ പേഴ്സണൽ ആക്ടിവിറ്റി ഇൻ്റലിജൻസ് എന്നൊക്കെ പറഞ്ഞ ഫീച്ചേഴ്സൊക്കെ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇത് ബോക്സിനകത്ത് വരുന്ന കുറച്ച് മാനുവലും ഒരു ചാർജിങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ബോക്സ് തുറന്ന് കാണിക്കുന്നൊന്നുമില്ല, കാരണം കാര്യമായ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജ്. ഇതിനകത്ത് വാച്ചും ഒരു ചാർജറും കുറേ മാനുവലും മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് വാച്ചിൻ്റെ ഫീച്ചേഴ്സ് പറയാം, അതിൻ്റെ ഓപ്ഷൻസ് എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് ഇതിനെ വിശദമായി പറയാം. അപ്പോൾ ഇതാണ് വാച്ചിൻ്റെ ഡിസ്പ്ലേ. ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1.43 ഇഞ്ചസ് ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ സ്ട്രാപ്പ് ഉണ്ടല്ലേ, വളരെ ലൈറ്റ് വെയിറ്റ് ആയ ഒരു സ്ട്രാപ്പാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഫ്ലെക്സിബിൾ സ്ട്രാപ്പാണ്, വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, വെറും 31 ഗ്രാംസേ വരുന്നുള്ളൂ. പിന്നെ സ്ട്രാപ്പിൻ്റെ ക്വാളിറ്റി എന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയാണ് ഓഫർ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇതിനകത്ത് ബാക്കിൽ SpO2 സെൻസറും ഹാർട്ട് റേറ്റ് സെൻസറും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമുക്ക് ഹാർട്ട് റേറ്റ് ഒക്കെ മെഷർ ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. പിന്നെ സ്ട്രാപ്പ് ഞാൻ നേരത്തെ പറഞ്ഞാൽ വളരെ നല്ലതാണ്. പിന്നെ ഇവിടെ അമേസ്ഫിറ്റ് ബ്രാൻഡിങ് കാണാം, ഡിസ്പ്ലേൻ്റെ താഴെ തന്നെ അമേസ്ഫിറ്റിൻ്റെ ബ്രാൻഡിങ്ങും കാണാം. അപ്പോൾ ഇത്രയാണ് ഡിസൈൻ ആസ്പെക്റ്റ് പറയുകയാണെങ്കിൽ. ഇനി നമുക്ക് ഇതിൻ്റെ സ്ട്രാപ്പ് വളരെ എളുപ്പത്തിൽ ഊരാട്ടോ. ആക്ച്വലി നമുക്ക് ഇതേ സെയിം സൈസിലുള്ള സ്ട്രാപ്പ് നമുക്ക് വേറെ മേടിച്ചിടാനുള്ള ഓപ്ഷനുണ്ട്. നമുക്ക് ജസ്റ്റ് എളുപ്പത്തിൽ ഊരി പുതിയ സ്ട്രാപ്പ് ഇടണമെങ്കിലൊക്കെ ചെയ്യാവുന്ന ഫ്ലെക്സിബിളായ മെക്കാനിസമാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേനെ കുറിച്ച് പറയാം. ഇതിനകത്ത് വരുന്നത് ഒരു 1.43 ഇഞ്ചസ് ഡിസ്പ്ലേ ആണ്. അത്യാവശ്യം നല്ല കളർഫുൾ ഡിസ്പ്ലേ ആണ്. ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാൻ സാധിക്കും, നല്ല കളർഫുള്ളായ ഡിസ്പ്ലേ ആണ്. ടച്ച് റെസ്പോൺസും നല്ലതാണ്. ഈവൻ വ്യൂയിങ് ആംഗിൾസ് ഉണ്ട്, നല്ല വ്യൂയിങ് ആംഗിൾസ്. പിന്നെ ഔട്ട്ഡോർ വിസിബിലിറ്റിയും നല്ലതാണ്. അപ്പോൾ ഡിസ്പ്ലേ ക്വാളിറ്റി നല്ലതാണ്. പ്രത്യേകിച്ച് 3500 എന്നുള്ള പ്രൈസ് സെഗ്മെൻറ്റ് കൂടെ നമ്മൾ ആലോചിക്കണം. അപ്പോൾ ആ പ്രൈസ് സെഗ്മെൻറ്റ് അത്യാവശ്യം നല്ല ഒരു ഡിസ്പ്ലേ നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. അപ്പോൾ ഇതിനകത്ത് ഇതാണ് ഇപ്പോൾ നമുക്ക് ഹോം സ്ക്രീൻ വരുന്നത്. ഹോം സ്ക്രീനകത്ത് നമുക്ക് വാച്ച് ഫേസ് മാറ്റാം. അപ്പോൾ ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്താൽ കുറച്ച് വാച്ച് ഫേസ് കാണാം. പിന്നെ ആപ്പ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള വാച്ച് ഫേസസ് ഡൗൺലോഡ് ചെയ്യാം. പിന്നെ നമുക്ക് മുകളിൽ നിന്ന് സ്വൈപ്പ് ചെയ്താൽ ബേസിക് ഓപ്ഷൻ, ഡു നോട്ട് ഡിസ്റ്റർബ്, അലാം, ബ്രൈറ്റ്നസ് സെറ്റിംഗ്, അങ്ങനെ എല്ലാം തന്നെ. താഴെ നിന്ന് നോട്ടിഫിക്കേഷൻസ് ആണ്. ഇപ്പോൾ കോൾ വന്നാലോ ബാക്കി ഏതെങ്കിലും ആപ്സ് നോട്ടിഫിക്കേഷൻ സെൻഡ് ചെയ്യണമെങ്കിൽ അതെല്ലാം നമുക്ക് ഇവിടെ ചെയ്യാം. അപ്പോൾ കോളൊക്കെ ഇതിനകത്ത് ആക്ച്വലി വരും. പിന്നെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്റ്റെപ്സ് ട്രാക്കിംഗ് ആണ്, പിന്നെ ഹാർട്ട് റേറ്റ് ആണ്, പിന്നെ PAI അതായത് പേഴ്സണൽ ആക്ടിവിറ്റി ഇൻ്റലിജൻസ്, പിന്നെ വെതർ ഇൻഫർമേഷൻ. അതേപോലെ തന്നെ നമുക്ക് മ്യൂസിക് പ്ലേ ബാക്ക് ഇവിടുന്ന് ചെയ്ത് ആക്ച്വലി കണക്റ്റഡ് അല്ല സ്മാർട്ട് ഫോണായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് മ്യൂസിക് പ്ലേ ബാക്കും ഇവിടുന്ന് ചെയ്യാൻ സാധിക്കും. അതാണ് ഓപ്ഷൻസ് വരുന്നത്. പിന്നെ നമുക്ക് മെയിൻ മെനുവിലേക്ക് പോയി കഴിഞ്ഞാൽ ആക്ടിവിറ്റി ഗോൾ ഉണ്ടല്ലേ, ആക്ടിവിറ്റി നമുക്ക് എത്ര വേണം എന്നുള്ളതൊക്കെ സെറ്റ് ചെയ്യാം. പിന്നെ പേഴ്സണൽ ആക്ടിവിറ്റി ഇൻ്റലിജൻസ്, പിന്നെ ഹാർട്ട് റേറ്റ് മോണിറ്റർ ചെയ്യാം. ഹാർട്ട് റേറ്റ് നമുക്ക് മെഷർ ചെയ്യാവുന്ന ഓപ്ഷനാണ്. പിന്നെ എക്സസൈസ്, ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയത്. നമുക്ക് ഒരുപാട് മോഡ്സ് ഉണ്ട്. ഔട്ട്ഡോർ റണ്ണിങ്, ട്രെഡ്മിൽ, ഔട്ട്ഡോർ സൈക്ലിംഗ്, ഇൻഡോർ സൈക്ലിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് 65 മോഡ്സാണ് വരുന്നത്. മോസ്റ്റ് സ്പോർട്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇനിയും സ്പോർട്സ് ഓപ്ഷൻസ് കാണാം. റണ്ണിങ്, യോഗ, വാക്കിംഗ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സ്പോർട്സ് ഓപ്ഷനും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എക്സസൈസ് മോഡ്. അപ്പോൾ നമുക്ക് എക്സസൈസ് മോഡ് പ്രത്യേകിച്ച് ഔട്ട്ഡോർ റണ്ണിങ് ഒക്കെ ചെയ്യുമ്പോൾ എന്താ വേണ്ടത് വെച്ചാൽ ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട്, അപ്പോൾ ഇതിനകത്ത് GPS ഇല്ല. അപ്പോൾ ബജറ്റ് സ്മാർട്ട് വാച്ച് ആയതുകൊണ്ട് തന്നെ GPS ഫംഗ്ഷനാലിറ്റി ഇല്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ സ്മാർട്ട് വാച്ചായിട്ട് പെയർ ചെയ്തിട്ട് സ്മാർട്ട് ഫോണായിട്ട് പെയർ ചെയ്തിട്ട് സ്മാർട്ട് ഫോണിൽ GPS വേണം ഇതിൽ യൂസ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഓടും അല്ലെങ്കിൽ വാക്കിങ്ങോ റണ്ണിങ്ങോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ സ്മാർട്ട് വാച്ചിന് കൂടെ തന്നെ സ്മാർട്ട് ഫോണും കൂടെ വേണം, എന്നാലേ പ്രോപ്പറായി GPS ട്രാക്കിംഗ് നടക്കത്തുള്ളൂ. ഇതിനകത്ത് സെൽഫായിട്ട് GPS അവൈലബിൾ അല്ല.
അപ്പോൾ അതൊരു പോരായ്മയായിട്ട് വേണമെങ്കിൽ പറയാം. പക്ഷേ 3500 രൂപയ്ക്ക് നമുക്ക് എല്ലാ ഫീച്ചേഴ്സും തന്നെ കിട്ടാൻ ചാൻസ് ഇല്ല. പിന്നെ നമുക്കിവിടെ കിട്ടുന്നത് വേറെ ആക്ടിവിറ്റീസ് ഉണ്ട്, നമ്മുടെ ഡേറ്റ എല്ലാം ചെയ്യാവുന്നത്. പിന്നെ SpO2, അതായത് ബ്ലഡ് ഓക്സിജൻ ലെവൽ മെഷർ ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ കോവിഡ് കാലത്തിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫീച്ചറാണ് ബ്ലഡ് ഓക്സിജൻ ലെവൽ. പലർക്കും ബ്ലഡ് ഓക്സിജൻ ലെവൽ പെട്ടെന്ന് താഴ്ന്നു പോണ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ഇതൊരു മെഷർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. ഇത് എത്ര ആക്യുറേറ്റ് ആണെന്ന് വെച്ചാൽ ഇതൊരു ജസ്റ്റ് റെഫറൽ വാല്യൂ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഇത് 100% ആക്യുറേറ്റ് അല്ല, ഒരിക്കലും ആവില്ല. കാരണം എന്താ വെച്ചാൽ ഇതൊരു മെഡിക്കൽ എക്യുപ്മെൻ്റ് അല്ല. പക്ഷേ എന്നാലും നമുക്കൊരു റെഫറൻസ് വാല്യൂ കിട്ടും. ആ റെഫറൻസ് വാല്യൂവിന് ഒരുപാട് താഴെ പോവുകയാണെങ്കിൽ നിങ്ങൾ ശരിക്കും ആക്ച്വലി ഒരു ഡോക്ടറെ കാണുക അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യം വരും. അപ്പോൾ നമുക്കൊരു ജസ്റ്റ് റെഫറൻസ് വാല്യൂ ആയിട്ട് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെയാണ് ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്, പിന്നെ റെസ്പിറേറ്ററി ട്രെയിനിങ് ഉണ്ട്, സൈക്കിൾ ട്രാക്കിംഗ് ഉണ്ട്, അതേപോലെ അലാംസ് സെറ്റിങ്സ്, മോറിൽ പോയി കഴിഞ്ഞാൽ പിന്നെ മ്യൂസിക് കൺട്രോൾ, കൗണ്ട് ഡൗൺ, വേൾഡ് ക്ലോക്ക്, പിക്ചർ ടേക്കിംഗ്, റിമോട്ട്ലി നമുക്ക് പിക്ചേഴ്സ് എടുക്കാം. അങ്ങനെ ഓപ്ഷൻസൊക്കെ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഓവറോൾ നല്ലൊരു സ്മാർട്ട് വാച്ചാണ്. ആക്ച്വലി ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ നല്ലൊരു ഓപ്ഷൻസ് ഒക്കെ തരുന്ന ഒരു വാച്ചാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കയ്യിൽ കെട്ടി കാണിച്ചു തരാം. ഞാൻ ഇപ്പം എൻ്റെ എക്സിസ്റ്റിംഗ് വാച്ച് ഒന്ന് മാറ്റിയിട്ട് ഇത് കയ്യിലൊന്ന് കെട്ടി കാണിച്ചു തരാം. എങ്കിലും കണ്ടില്ല, ഇതാണ് മെയിൻ സ്മാർട്ട് വാച്ച്. അപ്പം ഓവറോൾ ബിൽഡ് ക്വാളിറ്റി വൈസും കംഫർട്ട് ലെവൽസ് ഒക്കെ വളരെ നല്ലതാണ്. ആക്ച്വലി ഒരു 3500. പിന്നെ ടിൽറ്റ് വേക്ക് ജെസ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഡിസ്പ്ലേയിലുള്ള നമ്മൾ ബേസിക്സ് ടച്ച് ജെസ്റ്റേഴ്സ് പോലെ തന്നെ നമ്മൾ റേസ് ഹാൻഡ് ചെയ്യുമ്പോൾ ടൈം കാണിക്കുക, അങ്ങനത്തെ ഓപ്ഷൻസൊക്കെ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമുക്ക് ഉണ്ടോ ഡിസ്പ്ലേ ഇങ്ങനെ നമ്മൾ ടിൽറ്റ് ചെയ്യുമ്പോൾ റേസ് ആൻഡിലെ ഓപ്ഷനിൽ നമുക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ സ്റ്റെപ്സ് കൗണ്ടിങ് ഒക്കെ ഓട്ടോമാറ്റിക്കായി ചെയ്യും. സ്റ്റെപ്സ് കൗണ്ടിങ് ഒക്കെ കുഴപ്പമില്ല, അത്യാവശ്യം ആക്യുറേറ്റ് ഒക്കെയാണ്. 3500 രൂപയ്ക്ക് വേണ്ട ഫീച്ചേഴ്സ് ഒക്കെ തന്നെ ഉണ്ട്. പിന്നെ ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്ങും അത്യാവശ്യം ആക്യുറേറ്റ് ആണ്. പിന്നെ SpO2 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് 100% ആക്യുറേറ്റ് ആയിരിക്കില്ല ഒബ്വിയസ്ലി, ബിക്കോസ് ഇതൊരു റെഫറൻസ് വാല്യൂ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് ഓപ്ഷൻ. ഇനി ഇതിൻ്റെ ബാറ്ററി ലൈഫ് എന്ന് പറഞ്ഞാൽ 9 ഡേ ബാറ്ററി ലൈഫാണ് വരുന്നത്. അപ്പോൾ 9 ഡേ എന്ന് പറഞ്ഞത് സ്റ്റാൻഡേർഡ് കണ്ടീഷനിലാണ്. അതായത് നമ്മൾ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ താഴെ പോവും. എങ്കിലും നമുക്കൊരു 5-6 ദിവസം ഈസിലി കിട്ടും. ഒരു 6 ഡേയ്സ് നമ്മളൊരു അധികം നോട്ടിഫിക്കേഷൻസ് ഒന്നും ഇല്ലെങ്കിൽ ഒരു വീക്ക് 1 വീക്ക് ഈസിലി നമുക്ക് ബാറ്ററി ലാസ്റ്റ് ചെയ്യും. അപ്പോൾ അത്യാവശ്യം കപ്പാസിറ്റിയിലുള്ള ബാറ്ററിയും കൂടിയാണ് കൊടുത്തിട്ടുള്ളത്. ഒരു 5-6 ദിവസമൊക്കെ എങ്ങനെയാണെങ്കിലും നമുക്ക് കിട്ടും. വളരെ ഹെവി യൂസ് ചെയ്യുകയാണെങ്കിൽ പ്രോബ്ലി ഒരു 3-4 ദിവസമൊക്കെ ബാറ്ററി ലാസ്റ്റ് ചെയ്യും. പക്ഷേ റെഗുലർ യൂസർക്ക് പ്രോബ്ലി ഒരു 5-6 ദിവസമൊക്കെ ഈസിലി കിട്ടും. അപ്പോൾ ഇത് അമേസ്ഫിറ്റിൻ്റെ ഒരു പുതിയ വാച്ചാണ്. ആമസോണിലും അമേസ്ഫിറ്റിൻ്റെ വെബ്സൈറ്റിലും അവൈലബിൾ ആണ്. മേടിക്കാൻ താല്പര്യമുള്ളവർ ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അത് ആക്ച്വലി ഓഫറിലാണ്. ഇപ്പോൾ സെയിൽ നടക്കുകയാണ്. 3499 ആണ് പ്രൈസ്. ചിലപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇൻക്രീസ് ആവാൻ ചാൻസ് ഉണ്ട്, 4000 രൂപയാവാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു 500 രൂപയും കൂടെ ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പോയി മേടിക്കാവുന്നതാണ്. ആമസോണിലും അമേസ്ഫിറ്റിൻ്റെ വെബ്സൈറ്റിലും ഇത് അവൈലബിൾ ആണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിങ്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഈ വാച്ച് എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ, ഇതിൻ്റെ ഏത് ഫീച്ചറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്, ഏതാ ഇഷ്ടപ്പെടാഞ്ഞത് എല്ലാം തന്നെ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ആ ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.